ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായുള്ള 58 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 11.43 കോടി വോട്ടർമാരാണ് 6ാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷയിലെ 42 നിയമസഭാ സീറ്റുകളിലേക്കും ഒരേ സമയം ഇന്ന് വോട്ടെടുപ്പ് നടക്കും. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 6ാം ഘട്ടത്തിൽ 889 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഹരിയാനയിൽ നിന്ന് 10, ഡൽഹി 7, ഉത്തർപ്രദേശ് 14, ബീഹാർ 8, പശ്ചിമബംഗാൾ 8, ജാർഖണ്ഡ് 4, ജമ്മുകശ്മീർ 1, ഒഡീഷ 6 എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നത്തോടെ 28 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോളിംഗ് നടപടികൾ പൂർത്തിയാകും. അവസാന ഘട്ടത്തിൽ ജൂൺ 1-ന് 8 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 57 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. അതേസമയം 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 58 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന 6ാം ഘട്ട വോട്ടെടുപ്പിൽ രാവിലെ 9 മണി വരെ 10.82% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പശ്ചിമ ബംഗാളിലാണ്, 16.54%. ഏറ്റവും കുറവ് ഒഡീഷയിലാണ്, വെറും 7.43%. വോട്ടെടുപ്പ് ഒരു ഉത്തരവാദിത്തവും അധികാരവുമാണെന്നാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞത്. 6ാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും ഊർജ്ജസ്വലവും സജീവവും ഫലപ്രദവുമായ ജനാധിപത്യമാണ് ഇന്ത്യയിലേതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ബിജെപിയുടെ സംബൽപൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കർണാലിൽ നിന്നുള്ള മനോഹർ ലാൽ ഖട്ടർ, പുരിയിൽ നിന്നുള്ള സംബിത് പത്ര, സുൽത്താൻപൂരിൽ നിന്ന് മേനകാ ഗാന്ധി എന്നിവരെ കൂടാതെ അന്തരിച്ച കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ്, മനോജ് തിവാരി, നവീൻ ജിൻഡാൽ എന്നിവരും ഇന്ന് ജനവിധി തേടുന്നുണ്ട്. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി, ഗുഡ്ഗാവിൽ നിന്നുള്ള നടനും രാഷ്ട്രീയക്കാരനുമായ രാജ് ബബ്ബർ, രോഹ്തക്കിൽ നിന്നുള്ള ദീപേന്ദർ സിംഗ് ഹൂഡ, നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യകുമാർ എന്നിവരാണ് പ്രതിപക്ഷ ബ്ലോക്കിലുള്ളത്. 400+ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് NDAക്ക് ഈ ഘട്ടം നിർണായകമായിരിക്കും. 2019-ൽ ഹിന്ദി ഹൃദയഭൂമിയിലെയും കിഴക്കൻ മേഖലയിലെയും 58 മണ്ഡലങ്ങളിൽ 40-ലും BJP ഒറ്റയ്ക്ക് വിജയിച്ചിരുന്നു. NDA സഖ്യകക്ഷികൾ 5 സീറ്റുകൾ കൂടി നേടി. തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, സമാജ്വാദി പാർട്ടി എന്നീ പ്രതിപക്ഷ പാർട്ടികൾ 5 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാനായിരുന്നില്ല. എന്നാൽ അത് ഇത്തവണ തിരുത്തുമെന്നാണ് കോൺഗ്രസിന്റെ വാക്ക്.